പാവപ്പെട്ട എ സി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഔട്ട്സൈഡ് വെച്ചിട്ട് ഇത്ര തണുപ്പാണ്. ചൂടുകൊണ്ട് കിടക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളൊരു എ സി ഉണ്ടാക്കിയേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദിൽജിത്ത്. കേരളത്തിൽ മൊത്തം ചൂടുകൊണ്ടിരിക്കാൻ പാടില്ല, ഫാൻ ഇട്ടിട്ട് എന്ത് ചെയ്ത ചൂടാണ്. അപ്പൊ അതിന് പരിഹാരമായിട്ട് ഒരു മിനി എ സി ആയിട്ട് ഉണ്ടാക്കാനാണെന്നുണ്ട്. അതായത് മിനി കൂളർ എന്നൊക്കെ പറയാം. ഒരു മിനി എ സി ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എക്സോസ്റ്റ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വലിയ തെർമോകോൾ ബോക്സ് നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് തെർമോകോളിലോട്ട് ഈ എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യണം. 8 ഇഞ്ചിന്റെ എക്സോസ്റ്റ് ഫാനാണ് കൂളർ ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ട് വേണ്ടത്. നമ്മുടെ റൂമിൽ എ സി പോലെ ഫീൽ ചെയ്യാവുന്ന തണുപ്പ് ഇതിൽ നിന്ന് കിട്ടും ഉറപ്പായിട്ടും. ഇതാണ് തെർമോകോൾ ബോക്സിന്റെ അടപ്പാണത്. അടപ്പിലോട്ടാണ് നമ്മൾ ആദ്യം എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യണത്. ഈ അടപ്പിന്റെ ഉൾവശം 8 ഇഞ്ച് വ്യാപ്തമാണ്. ഈ 8 ഇഞ്ച് വ്യാപ്തത്തിൽ നമ്മൾ വരച്ചിട്ട് ഇത് ഹോൾ ചെയ്യാൻ പോവാണ്. കാരണം ഇത് ഓപ്പോസിറ്റ് ക്രോസ് നമ്മൾ ഹോളിൽ നിന്നാണ് ഫിറ്റ് ചെയ്യണത്. അതിനുവേണ്ടി നമ്മൾ അപ്പം ഈ മാർക്കർ എടുത്തിട്ട് നമ്മൾ 8 ഇഞ്ച് വ്യാപ്തം എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ 8 ഇഞ്ച് നമ്മൾ ഇതിലോട്ട് ഇറക്കാനുള്ള 8 ഇഞ്ച് അടിയിൽ മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് കണ്ടത് ഈ തെർമോകോളിൽ നമ്മൾ 8 ഇഞ്ച് വ്യാപ്തം അതായത് ഈ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് തെർമോകോൾ നല്ല കട്ടിയുണ്ട്, ഏകദേശം 3 ഇഞ്ച് മുകളിൽ കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചാൽ പോർഷൻ അങ്ങ് കട്ട് ചെയ്യണം. പതുക്കെ കട്ടി ഇറക്കി ആദ്യമേ. നമ്മുടെ തെർമോകോൾ നല്ല കട്ടിയാണ്. ഇത് കണ്ടോ, 3 ഇഞ്ച് മുകളിൽ കട്ടിയുണ്ട്. ഇതേ നമ്മൾ ആക്സോ ബ്ലേഡൊക്കെ വട്ടയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കട്ടി കണ്ടോ, ഇത്രയും കട്ടിയുള്ള സാധനമാണ് ഇതിനകത്ത് ഇരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫാൻ വെക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് വ്യാപ്തത്തിൽ ഹോൾ ചെയ്ത് അതായത് നമ്മൾ ഫാൻ അങ്ങ് കൃത്യമായിട്ട് അങ്ങ് ഇറക്കി വെക്കണം. ശരിക്കും അങ്ങ് ഇറക്കി വെക്കണം. ആ ഫാൻ കറക്റ്റാണ്, ലെവലാണ് നമുക്ക് നോക്കണം. സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ 3 ഇഞ്ചിൻ്റെ സ്ക്രൂ ഈ ഫാനിലോട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഇതിന് 4 ഹോളുണ്ട്. ഈ 4 ഹോളിലോട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ 4 ഹോളിലോട്ടും നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കവറിങ് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് മുറുക്കി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടത് ഇങ്ങനെ വരും. അപ്പം ഇതിൻ്റെ മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇവിടുന്ന് വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അല്ല, ഔട്ടർ പോർഷൻ ഉള്ളിലോട്ട് തന്നെ വെക്കണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പവർ കേബിൾ ഫിറ്റ് ചെയ്യണം. ഇതിന് ന്യൂട്രൽ ഫേസ് എർത്തുണ്ട്, അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഒരു പഴയ കേബിൾ എടുത്തിട്ടുണ്ട്. ഇത് 3/4 കേബിളാണ്. ഇപ്പോൾ ഇതിന് ന്യൂട്രൽ ഫേസ് എർത്തുണ്ട്. അപ്പോൾ നമ്മളിത് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ന്യൂട്രൽ ഫേസ് എർത്ത് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മളിത് കൊടുക്കുവാണ്. ന്യൂട്രൽ ഫേസ് എർത്തും ഈ കേബിളിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഫാൻ്റെ. അത് നമുക്ക് വലിയാതിരിക്കാൻ വേണ്ടി ഒന്ന് ടേപ്പ് ചെയ്ത് വെക്കുവാണ്. വലിച്ചാലും കേബിൾ വലിയേല. അപ്പം നമ്മൾ ഇതിനെ സ്ട്രോങ് ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കറക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പം ഇത് കറങ്ങുന്നുണ്ട്, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ബാക്കി പരിപാടി തെർമോകോൾ ബോക്സിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് 2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഈ തെർമോകോൾ ബോക്സിലോട്ട് ഫിക്സ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് ബോട്ടണിൽ തന്നെ ഫിക്സ് ചെയ്യണം. പൈപ്പ് താഴത്തോട്ട് ലെവൽ പോകാത്ത രീതിയിൽ. അപ്പോൾ ഇത് 2 ഇഞ്ച് PVC ആണ്. ഇത് 8 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ടേപ്പിൽ 8 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. ഇത് 2 പീസ് കട്ട് ചെയ്യാൻ പോവാണ്. 2 ഇഞ്ചിൻ്റെ പൈപ്പ് 8 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പൈപ്പ് നമ്മൾ ബോക്സിൻ്റെ ഈ മോൾ സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് 8 ഇഞ്ചിന് 2 പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതായത് ഉള്ളിൽ കയറാവുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. 2 പൈപ്പ് ഏകദേശം ഒരേ ലെവലാണ്. ഇപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യുവാണ്. മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുവാണ്. രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് 2 ഇഞ്ച് പൈപ്പിന് 2 ഹോൾ സെൻറ്ററാക്കി ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഹോൾ ചെയ്യുവാണ്. അപ്പോൾ നമ്മളത് പെട്ടിയിൽ സെൻറ്റർ നോക്കി 2 ഹോൾ ഇട്ടിട്ടുണ്ട്. 2 ഇഞ്ച് പൈപ്പിൻ്റെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇനി 2 നമുക്ക് ഇതിലോട്ട് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്ത വശം ആദ്യത്തെ ഹോളിലോട്ട് ടൈറ്റായിട്ട് ഇറക്കുവാണ്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. രണ്ടാമത്തെ പൈപ്പ് അതുപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പ് ഇതിലോട്ട് ഈ ഹോളിൽ കൂടെ ഇറക്കിയിടണം. ഇങ്ങനെ 2 പൈപ്പ് ഇങ്ങനെ തള്ളി നിൽക്കും ഇതിലോട്ട് ഫാൻ നമുക്ക് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, എയർ തള്ളുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴും ഇതിൻ്റെ ഫാൻ്റെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ട് വരണം. അതായത് പൈപ്പ് വന്ന വശം എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് അന്തരീക്ഷത്തിലുള്ള എയർ ഇങ്ങോട്ട് വലിച്ചിട്ട് ഈ പൈപ്പിൽ കൂടെ വിടുന്നുണ്ട്. ഇപ്പോൾ 2 പൈപ്പിൽ കൂടെ നല്ലപോലെ എയർ പോകുന്നുണ്ട്. ഫാൻ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. 2 പൈപ്പിൽ നല്ലപോലെ എയർ ഫ്ലോ നടക്കുന്നുണ്ട്. വലിയ ഒച്ചയൊന്നുമില്ല, വൈബ്രേഷൻ ഒന്നുമില്ല. ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെവിക്കോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ അകത്തും പുറത്തും ഗ്യാപ്പ്, ഒരു തുള്ളി എയർ പോലും പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഐസ് നിറയ്ക്കാൻ പോകുന്ന സ്റ്റെപ്പാണ്. ഐസ് നിറച്ചിട്ട് നോക്കാം. ഐസ് ക്യൂബ് നിറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ AC അതായത് ഈ കൂളർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഐസ് മുഴുവൻ മെൽറ്റ് ആയിരിക്കണം.
അപ്പോൾ ഈ ബോക്സിലോട്ട് മുഴുവൻ ഐസ് ക്യൂബ് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഐസൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുന്ന് ഐസ് നമ്മൾ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടിക്കകത്ത് കംപ്ലീറ്റ് ഐസ് ക്യൂബ് നിറച്ചിട്ടുണ്ട്. ഈ പൈപ്പിന് താഴ്ത്തിട്ട് മാത്രമേ എപ്പോഴും ഐസ് ക്യൂബ് നിറയ്ക്കാവുള്ളൂ. മൊത്തത്തിൽ പെട്ടിയിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടച്ചിട്ട് 10 മിനിറ്റ് നേരം വെക്കും. അപ്പം തണുപ്പ് ഏകദേശം സ്പ്രെഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻ കറക്കി നോക്കും അത് എങ്ങനെയുണ്ട്, നമ്മുടെ എയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോന്നു. 2 ഹോളും ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെക്കുന്നത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തണുപ്പ് ശരിക്കും ഒന്ന് ഉള്ളിൽ ആയി കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കും. കുറേ ഐസ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂൾ ചെയ്യാൻ വെച്ചേക്ക് വരണം. ഏകദേശം കുറേ നേരം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കൂളിങ് വരാൻ സാധ്യതയില്ല, എന്നാലും നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പാടും. അപ്പോൾ ഇതിന് അടപ്പ് അടച്ച് വെച്ചിട്ട് അടപ്പ് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഇനിയിപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഓണാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സപ്ലൈ ഓണാക്കി ഇപ്പം ഇത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. കൂളിങ് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള എയർ വലിച്ചിട്ട് ആ ഐസ് ക്യൂബിൽ നിന്നുള്ള ആ തണുപ്പും വലിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് കൊടുക്കുവാണ്. 2 പൈപ്പിൽ കൂടെ തന്നെ നല്ലപോലെ എയർ വന്നിട്ടുണ്ട് കണ്ടോ. അതായത് ഒരു എ സിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലാണ് ഇപ്പം ഇതിൻ്റെ എയർ കിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയർ നല്ല തണുപ്പാണ്. ഇതിന് ശരിക്കും ഒരു എ സി വർക്ക് ചെയ്യണ പോലെ ഉണ്ട്. ടെമ്പറേച്ചർ ചെക്കർ ഒന്നും ഇല്ല, ചെക്ക് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നല്ല തണുപ്പാണ്. ഇനി സാധാരണക്കാർക്ക് എ സി ഇല്ലെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എ സി ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഔട്ട് സൈഡ് വെച്ചിട്ട് തന്നെ ഇത്രയും തണുപ്പാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റൂമിൽ വെക്കുവാണെങ്കിൽ അടിപൊളി തണുപ്പായിരിക്കും. ഇതൊക്കെയുണ്ട്. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് തെർമോകോൾ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഐസ് ക്യൂബ് പെട്ടെന്ന് അലുത്ത് പോകാൻ സാധ്യതയില്ല. മിനി എ സി കൂളർ എന്നൊക്കെ പറയാം. നമ്മുടെ സാധനം ഇതേ വർക്കാണ്. ഇത് കണ്ടത് ഇത് നല്ല കൂളിംഗ് ആണ്. ഇതിപ്പോൾ ഓണാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എയർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എ സിന്ന് തന്നെ ആ ഒരു കൂളിംഗ് തന്നെയാണ്. സെയിം കൂളിംഗ്. നമ്മളൊരു എ സി കൊണ്ട് എങ്ങനെ കിടക്കണോ അങ്ങനെയാണ് ഇതിൻ്റെ കൂളിംഗ് വരുന്നത്. കണ്ടോ, അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇത് ശരിക്കും ഫീൽ ചെയ്യുക. നമുക്കിത് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് ഉപയോഗിച്ചാണ് കിടക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് നോക്കാം. എ സി വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ എ സി ഉണ്ടാക്കിയത്. പാവപ്പെട്ടവൻ്റെ എ സി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വേനൽക്കാലത്ത് എ സി വാങ്ങിക്കാൻ കാശില്ല, ചൂടുകൊണ്ട് കിടക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളൊരു എ സി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ എ സി വളരെ സക്സസ്ഫുൾ ആയേക്കാണ്. നമ്മുടെ പാവപ്പെട്ടവൻ്റെ എ സി ആണിത്. സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇത് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്.